അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും പുകയുന്ന യുദ്ധഭീതിയും ഉച്ചസ്ഥായിലെത്തിയ കനത്ത വേനൽച്ചൂടും യുഎയിലെ തൊഴിൽ റിക്രൂട്ട്മെന്റ് മേഖലയിൽ വലിയ മന്ദഗതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആഗോള സാമ്പത്തിക രംഗത്തെ പുതിയ അനിശ്ചിതത്വങ്ങൾ കാരണം ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് വൻകിട മൾട്ടിനാഷണൽ കമ്പനികൾ കടന്നതോടെ വിസിറ്റ് വിസയിലും മറ്റും പുതിയ ജോലി തേടി യുഎയിലെത്തുന്ന പ്രവാസികൾക്ക് കടുത്ത വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്. എന്നാൽ വിപണിയിലെ ഈ പ്രതിസന്ധി എല്ലാവരെയും ഒരുപോലെയല്ല ബാധിച്ചിരിക്കുന്നത് എന്നതാണ് വസ്തുത. പരമ്പരാഗത തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ തൊഴിൽ സുരക്ഷാ ഭീഷണി നേരിടുമ്പോൾ വിപണിയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സാങ്കേതിക വിദ്യ അധിഷ്ഠിത മേഖലകളിൽ വലിയ സാധ്യതകളുണ്ടെന്നും വ്യക്തമാക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. യുഎഇ തൊഴിൽ വിപണിയിലെ നിലവിലെ സങ്കീർണമായ സാഹചര്യം നമുക്ക് വിശദമായി പരിശോധിക്കാം. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങളും ആഗോള സാമ്പത്തിക ഘടനയിലുണ്ടായ ആഘാതങ്ങളും കമ്പനികളെ പുതിയ വികസന പദ്ധതികൾ താൽക്കാലികമായി നീട്ടിവെക്കാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. ട്രേഡിംഗ്, ലോജിസ്റ്റിക്സ്, ടൂറിസം, റീറ്റെയിൽ, സിവിൽ നിർമ്മാണം, ജനറൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ പരമ്പരാഗത മേഖലകളിലാണ് ഈ തൊഴിൽ മന്ദഗതി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. വൻകിട കമ്പനികൾ റിസ്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പുതിയ നിയമനങ്ങൾ നിർത്തിവെക്കുകയും അത്യന്താപേക്ഷിതമല്ലാത്ത തസ്തികകളിലേക്ക് ആളെ എടുക്കുന്നത് നീട്ടിവെക്കുകയും ചെയ്യുകയാണ്. നിലവിലുള്ള ജീവനക്കാരെ വെച്ച് തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കോസ്റ്റ് കട്ടിംഗ് നയമാണ് ഭൂരിഭാഗം സ്ഥാപനങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് പുറമെയാണ് യുഎയിലെ വേനൽക്കാല കാലാവസ്ഥയുണ്ടാക്കുന്ന പ്രതിസന്ധി. ചൂട് 45 മുതൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്നതോടെ വിസിറ്റ് വിസയിലെത്തി കമ്പനികളിൽ നേരിട്ട് കയറിയിറങ്ങി ജോലി അന്വേഷിക്കുന്ന രീതിയും വോക്ക് ഇൻ ഇന്റർവ്യൂകളും കഠിനമായി മാറിയിരിക്കുന്നു. കൂടാതെ വേനലവധിക്കാലത്ത് കമ്പനിയിലെ ഉയർന്ന HR ഉദ്യോഗസ്ഥർ സ്വന്തം നാടുകളിലേക്ക് അവധിയിൽ പോകുന്നത് നിയമന നടപടികൾ വൈകുന്നതിന് മറ്റൊരു കാരണവുമാകുന്നുണ്ട്. സ്വകാര്യ മേഖലയിലെ നിർബന്ധിത സ്വദേശിവൽക്കരണ നയം യുഎഇ ഭരണകൂടം കൂടുതൽ കർശനമാക്കിയതോടെ HR അഡ്മിനിസ്ട്രേഷൻ, എൻട്രി ലെവൽ അക്കൗണ്ടിംഗ് തുടങ്ങിയ തസ്തികകളിൽ പ്രവാസികൾക്ക് ലഭിച്ചിരുന്ന തൊഴിലവസരങ്ങൾ പരിമിതപ്പെട്ടിരിക്കുകയുമാണ്. ഇതിനൊപ്പം കമ്പനികൾ CV സ്ക്രീനിങ്ങിനും പ്രഥമഘട്ട നിയമനങ്ങൾക്കുമായി നിർമ്മിത ബുദ്ധി അഥവാ AI സാങ്കേതികവിദ്യ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതും പരമ്പരാഗത തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കുറച്ചു. മറുവശത്ത് VPN സാങ്കേതിക വിദ്യകളും വിദേശ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളും കാരണം വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളും സൈബർ തട്ടിപ്പുകളും വർദ്ധിക്കുന്നതും ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. നിയമന നടപടികളിൽ കൂടുതൽ കർശനമായ പശ്ചാത്തല പരിശോധനകൾ കമ്പനികൾ ഏർപ്പെടുത്തിയതും പ്രക്രിയകൾ വൈകാൻ ഇടയാകുന്നു. നിലവിലെ തൊഴിൽ വിപണിയെക്കുറിച്ച് രണ്ട് തരം അഭിപ്രായങ്ങളാണ് പ്രവാസി സമൂഹത്തിനിടയിലുള്ളത്. ഒരു വിഭാഗം വ്യക്തമാക്കുന്നത് തങ്ങളുടെ ജോലിയുടെ സുരക്ഷിതത്വം വലിയ ഭീഷണിയിലാണെന്നാണ്. പ്രത്യേകിച്ച് അൺസ്കിൽഡ്, സെമി സ്കിൽഡ് ജോലി ചെയ്യുന്നവരും എൻട്രി ലെവൽ തസ്തികകളിലുള്ളവരും ശമ്പളം വെട്ടിക്കുറയ്ക്കൽ, ജോലി നഷ്ടപ്പെടൽ, ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കൽ തുടങ്ങിയ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പുതിയ വിസകൾക്കുള്ള ചെലവുകൾ വർദ്ധിച്ചതും ലേബർ മാർക്കറ്റിന്റെ കാഠിന്യവും ഇക്കൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ മറുവശത്ത് കാര്യമായ പ്രതിസന്ധികളൊന്നുമില്ലെന്നും യോഗ്യതയ്ക്കനുസരിച്ച് മികച്ച അവസരങ്ങൾ ഇപ്പോഴും വിപണിയിലുണ്ടെന്നും വാദിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. പരമ്പരാഗത ജോലികളിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും പ്രത്യേക നിശ്ചിത നൈപുണ്യം ആവശ്യമുള്ള മേഖലകളിൽ ഇപ്പോഴും നിയമനങ്ങൾ സജീവമാണ്. പരമ്പരാഗത തസ്തികകൾ വെട്ടിച്ചുരുക്കുമ്പോഴും ചില പ്രത്യേക നോളജ് ബേസ്ഡ് മേഖലകളിൽ വലിയ തൊഴിൽ സാധ്യതകളാണ് യുഎഇയിൽ ഇപ്പോഴുമുള്ളത്. IT, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, നിർമ്മിത ബുദ്ധി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റ അനലിറ്റിക്സ് തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതിക മേഖലകളിൽ വിദഗ്ധരായ ഉദ്യോഗാർത്ഥികളെ കമ്പനികൾ സജീവമായി തിരയുന്നുണ്ട്. കൂടാതെ സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കെയർ, അതായത് ഡോക്ടർമാര്, നാഷണൽ ലൈസൻസ് ഉള്ള നഴ്സുമാര്, അഡ്വാൻസ്ഡ് ടെക്നീഷ്യന്മാർ, അതുപോലെ വൻകിട അടിസ്ഥാന സൗകര്യ വികസന, സിവിൽ എഞ്ചിനീയറിംഗ്, ഫിൻടെക്, എനർജി സെക്ടർ എന്നീ മേഖലകളിലും ആവശ്യത്തിന് ആൾക്കാരെ കിട്ടാനില്ലാത്ത അവസ്ഥയാണുള്ളത്. അതായത് വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ അപ്സ്കില്ലിംഗ് നടത്തിയ പ്രൊഫഷണലുകൾക്ക് യുഎഇയിൽ ഇപ്പോഴും ഉയർന്ന ശമ്പളത്തിൽ തൊഴിൽ സുരക്ഷ ലഭ്യമാണ് എന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ അനുഭവപ്പെടുന്ന ഈ പ്രതിസന്ധിയും മന്ദഗതിയും താൽക്കാലികം മാത്രമാണെന്നാണ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും HR കൺസൾട്ടന്റുമാരും വിലയിരുത്തുന്നത്. വേനലവധിയും വലിയ ചൂടും അവസാനിക്കുന്നതോടെ ഓഗസ്റ്റ് അവസാനത്തോടെയും സെപ്റ്റംബർ മാസത്തോടെയും യുഎഇ തൊഴിൽ വിപണി വീണ്ടും ശക്തമായി തിരിച്ചെത്തും. അവധിക്കാലം കഴിഞ്ഞ് ബിസിനസ് മേധാവികളും ഉയർന്ന HR മാനേജർമാരും തിരികെ എത്തുന്നതോടെ നിർത്തിവെച്ച റിക്രൂട്ട്മെന്റുകൾ പുനരാരംഭിക്കുകയും ചെയ്യും. കൂടാതെ ദുബായ് എക്സ്പോ സിറ്റി കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളും യുഎഇയുടെ വിഷൻ 2031 പദ്ധതികളുടെ ഭാഗമായുള്ള പുതിയ വികസന തരംഗങ്ങളും സെപ്റ്റംബറോടെ പുതിയ തൊഴിലവസരങ്ങളുടെ വാതിലുകൾ തുറക്കുമെന്നാണ് വിപണി കണക്കുകൂട്ടുന്നത്. ഗൾഫിലേക്ക് തൊഴിലന്വേഷിച്ച് പോകാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾ പരമ്പരാഗത രീതികൾക്ക് പകരം സാങ്കേതിക വിദ്യ അധിഷ്ഠിത കോഴ്സുകൾ അഭ്യസിക്കാനും ഓൺലൈൻ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമുകൾ വഴി ആസൂത്രിതമായി ജോലികൾക്ക് അപേക്ഷിക്കാനും ശ്രദ്ധിക്കണം. വിപണിയിലെ താൽക്കാലിക തളർച്ച മാറുന്നതോടെ പുതിയ അവസരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം.
പ്രവാസി മലയാളികളടക്കമുള്ളവരെ നേരിട്ട് സ്വാധീനിക്കുന്ന നിർണായകമായ പാർപ്പിട നയപരിഷ്കരണത്തിന് ദുബായ് ഭരണകൂടം തയ്യാറെടുക്കുന്നു. നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് വാടക വിപണിയെയും താമസക്കാരുടെ ദൈനംദിന ജീവിതത്തെയും കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഷെയർഡ് ഹൗസിംഗ് നിയമാനുസൃതമാക്കുന്ന പുതിയ നിയമം ദുബായിൽ പ്രാബല്യത്തിൽ വരികയാണ്. ഓഗസ്റ്റ് അവസാന വാരത്തോടെ നടപ്പിലാക്കുന്ന ഈ വിപ്ലവകരമായ നിയമത്തിലൂടെ മുൻപ് കർശനമായി വേർതിരിച്ചിരുന്ന പാർപ്പിട വ്യവസ്ഥകൾക്ക് പകരമായി നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കെട്ടിടങ്ങളിൽ ബാച്ചിലേഴ്സിനും കുടുംബങ്ങൾക്കും ഒരുമിച്ച് താമസിക്കാൻ ഔദ്യോഗിക അനുമതി ലഭിക്കുന്നു. അനിയന്ത്രിതമായ കെട്ടിട നിർമ്മാണങ്ങളും അനധികൃതമായി ആളുകളെ തിരികെ കയറ്റുന്ന ബെഡ് സ്പേസ് വ്യവസ്ഥകളും അവസാനിപ്പിച്ച് നിയമപരമായ ചട്ടക്കൂടുകളിൽ പങ്കാളിത്ത പാർപ്പിട മേഖലയെ കൊണ്ടുവരാനാണ് ഇതിലൂടെ ദുബായ് മുനിസിപ്പാലിറ്റി പദ്ധതിയിടുന്നത്. നഗരത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയും പ്രവാസി തൊഴിലാളികളുടെയും പ്രൊഫഷണലുകളുടെയും വർധനവും കണക്കിലെടുക്കുമ്പോൾ വാടക ചെലവ് ക്രമാതീതമായി ഉയരുന്നത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി പലരും നിയമവിരുദ്ധമായ രീതിയിൽ റൂമുകൾ പങ്കുവെക്കുകയും ഇത് പലപ്പോഴും പോലീസിന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ മിന്നൽ പരിശോധനകളിൽ വലിയ പിഴകൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. എന്നാൽ തങ്ങളുടെ അനുവാദമില്ലാതെ ആളുകളെ കയറ്റി പാർപ്പിക്കുന്ന പ്രവണത ഇല്ലാതാക്കിക്കൊണ്ട് വ്യക്തമായ നിയമങ്ങളുടെ തണലിൽ പങ്കാളിത്ത പാർപ്പിടം പ്രോത്സാഹിപ്പിക്കുന്നത് വഴി എല്ലാ വിഭാഗം ജനങ്ങൾക്കും കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട താമസ സൗകര്യം ലഭ്യമാക്കുകയാണ് ഭരണകൂടം ചെയ്യുന്നത്. പരമ്പരാഗതമായി ലേബർ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ സാധാരണ തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന താമസ സ്ഥലങ്ങളിലോ മാത്രം ഒതുങ്ങിയിരുന്ന ഷെയറിംഗ് സംവിധാനങ്ങളെ സമഗ്രമായി വികസിപ്പിക്കുകയാണ് ഈ നിയമം. പ്രാബല്യത്തിൽ വരുന്ന വ്യവസ്ഥകളനുസരിച്ച് 6 വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഇത്തരത്തിൽ ഷെയറിംഗ് അക്കോമഡേഷനിൽ താമസിക്കാൻ അർഹതയുണ്ടാവുക. കുടുംബങ്ങൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന പുരുഷന്മാർ, വിദ്യാർത്ഥിനികൾ, അതുപോലെ വിദ്യാർത്ഥികൾ, സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇത് പ്രകാരം ഒരു കെട്ടിടത്തിനുള്ളിൽ തങ്ങൾക്ക് കരാർ പ്രകാരം അനുവദിച്ചിട്ടുള്ള പ്രത്യേക മുറികളിലോ നിശ്ചിത ഇടങ്ങളിലോ സ്വകാര്യതയോടെ താമസിക്കുമ്പോൾ തന്നെ അടുക്കള, ഡൈനിങ് ഏരിയ, ബാത്റൂമുകൾ, ലിവിംഗ് റൂമുകൾ തുടങ്ങിയ പൊതു സൗകര്യങ്ങൾ ഒരേ കെട്ടിടത്തിലെ മറ്റ് താമസക്കാരുമായി പരസ്പരം പങ്കിടാൻ താമസക്കാർക്ക് പൂർണ്ണ അവകാശമുണ്ടായിരിക്കും. എന്നാൽ ഒരു കെട്ടിടത്തിന്റെ ഘടനയും അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻനിർത്തി നിർദ്ദിഷ്ട കെട്ടിടത്തിൽ ഏതെല്ലാം വിഭാഗങ്ങൾക്കാവും അനുമതിയെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി കൃത്യമായി നിശ്ചയിക്കും. റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, ടൗൺ ഹൗസുകൾ, മിക്സഡ് യൂസ് കെട്ടിടങ്ങൾ, മൾട്ടി സ്റ്റോറി കോംപ്ലക്സുകൾ എന്നിവയെല്ലാം പുതിയ നിയമപ്രകാരം ഷെയർഡ് ഹൗസിംഗ് പെർമിറ്റ് ലഭിച്ചാൽ താമസിക്കാവുന്നതാണ്. വാടക തുക ഈടാക്കുന്നതിലും മാസാവസാന ബില്ലുകൾ പങ്കുവെക്കുന്നതിലും നിലനിന്നിരുന്ന തർക്കങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാൻ പുതിയ നിയമത്തിന് സാധിക്കും. സാധാരണയായി വാടക തുക പ്രതിമാസ ഗഡുക്കളായി മുൻകൂറായി നൽകണമെന്നാണ് നിയമത്തിലെ അടിസ്ഥാന വ്യവസ്ഥ. എങ്കിലും കെട്ടിട ഉടമയും താമസക്കാരനും തമ്മിൽ പരസ്പരം സമ്മതപ്രകാരം മറ്റു തീയതികളിലോ 3 മാസത്തെ തവണകളായോ പണം നൽകാൻ കരാറിൽ ധാരണയായാൽ അതിന് തടസ്സമില്ല. ഇത്തരത്തിലുള്ള എല്ലാ വാടക കരാറുകളും അവയിൽ വരുത്തുന്ന ഭേദഗതികളും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പ്രത്യേക ഷെയർഡ് അക്കോമഡേഷൻ രജിസ്ട്രിയിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. കൂടാതെ കുടിവെള്ളം, വൈദ്യുതി ചാർജുകൾ അതായത് ദേവാ ബില്ല് എന്നിവയുമായി ബന്ധപ്പെട്ട തുകകൾ വാടക തുകയിൽ തന്നെ നിർബന്ധമായും ഉൾപ്പെടുത്തിയിരിക്കും എന്നതാണ് പുതിയ നിയമത്തിന്റെ പ്രധാന സവിശേഷത. കരാറിൽ ഇതേക്കുറിച്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ ഒന്നുമില്ലെങ്കിൽ വാടകക്കാരൻ നൽകുന്ന തുകയിൽ വെള്ളം, വൈദ്യുതി, അതുപോലെ കോമൺ ഫെസിലിറ്റീസ് എന്നിവയുടെ ഉപയോഗ നിരക്കുകൾ ഉൾപ്പെടുന്നുവെന്ന് കരുതപ്പെടും. ഇനി ബില്ലുകൾ വെവ്വേറെ അടയ്ക്കാൻ കരാർ ഉണ്ടാക്കിയാൽ പോലും സർവീസ് പ്രൊവൈഡർമാർക്ക് തുക കൃത്യമായി അടയ്ക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം കെട്ടിട ഉടമയ്ക്കായിരിക്കും. ഇത് വാടകക്കാരെ പിന്നീട് നേരിടേണ്ടി വരുന്ന അനാവശ്യ പെനാൽറ്റികളിൽ നിന്നും വിച്ഛേദിക്കലുകളിൽ നിന്നും സംരക്ഷിക്കുന്നു. പുതിയ പാർപ്പിട നിയമത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം അനധികൃത സബ്ലെറ്റിംഗ് അഥവാ സബ് ലീസിംഗ് തടയുന്നു എന്നുള്ളതാണ്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ റൂമോ അല്ലെങ്കിൽ പാർപ്പിട സ്ഥലമോ ഉടമസ്ഥന്റെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ മറ്റൊരു വ്യക്തിക്ക് പണത്തിനായോ അല്ലാതെയോ വാടകയ്ക്ക് മറിച്ചു നൽകുന്നതിനെ നിയമത്തിലെ 26-ാം വകുപ്പ് പൂർണ്ണമായി വിലക്കുന്നു. പ്രധാന വാടകക്കാരൻ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരു വ്യക്തിയെ അവിടെ സ്ഥിരമായി താമസിപ്പിക്കുന്നതും കുറ്റകരമാണ്. അതേസമയം ബന്ധുക്കളോ സുഹൃത്തുക്കളോ വീട്ടിലെത്തുകയോ കുറച്ചു സമയം താമസിക്കുകയോ ചെയ്യുന്ന സാധാരണ സന്ദർശനങ്ങൾക്ക് പുതിയ നിയമത്തിൽ വിരോധമൊന്നുമില്ല. എന്നാൽ സാധാരണ ഒരു സന്ദർശനവും ഒരാൾ തങ്ങളുടെ പെട്ടികളും സാമഗ്രികളുമായി വന്ന് സ്ഥിരമായി താമസിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അധികൃതർ സൂക്ഷ്മമായി പരിശോധിക്കും. ഒരാൾ അവിടെ സ്ഥിരമായി കിടന്നുറങ്ങുകയും സ്വന്തം വസ്ത്രങ്ങളും ഉപകരണങ്ങളും സൂക്ഷിക്കുകയും ചെയ്താൽ അയാൾ ഒരു സന്ദർശകനല്ലെന്നും നിയമവിരുദ്ധമായി അവിടെ താമസിക്കുന്നയാളാണെന്നും കണക്കാക്കപ്പെടും. കെട്ടിട ഉടമയുടെ അനുമതിയില്ലാതെ സഹോദരനെയോ സുഹൃത്തിനെയോ സ്ഥിരമായി ഒപ്പം താമസിപ്പിച്ചാൽ പോലും അത് ചട്ടലംഘനമായി മാറും. ദുബായ് നഗരത്തിലെ ആഡംബര പാർപ്പിട മേഖലകളിൽ പോലും ഒരൊറ്റ ഫ്ളാറ്റിൽ 10-12 പേർ ഒരുമിച്ച് താമസിക്കുന്ന അമിത ജനസാന്ദ്രത ഇല്ലാതാക്കുകയാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രധാന ലക്ഷ്യം. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക ലൈസൻസും പെർമിറ്റുമുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമേ പങ്കാളിത്ത പാർപ്പിടമായി പ്രവർത്തിക്കാൻ അനുമതിയുണ്ടാകൂ.
കെട്ടിടത്തിൽ ആവശ്യത്തിന് വായു സഞ്ചാരം, തീപിടുത്ത പ്രതിരോധ സൗകര്യങ്ങൾ, കൃത്യമായ ശുചിത്വം, സുരക്ഷാ ക്യാമറകൾ എന്നിവയുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഒരൊറ്റ വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ മുനിസിപ്പാലിറ്റി പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ. നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള കടുത്ത സാമ്പത്തിക പിഴ ചുമത്താനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. കുറ്റകൃത്യത്തിന്റെ കാഠിന്യമനുസരിച്ച് 500 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്താൻ അധികാരികൾക്ക് അധികാരമുണ്ട്. തെറ്റുകൾ ആവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഉടമകൾക്കും കടുത്ത ശിക്ഷയായി 10 ലക്ഷം ദിർഹം വരെ പിഴയും കെട്ടിടങ്ങളുടെ ലൈസൻസ് റദ്ദാക്കലും നേരിടേണ്ടി വരും. വ്യാജ പരസ്യങ്ങൾ നൽകി ആളുകളെ ആകർഷിക്കുന്ന ചതിക്കുഴികൾ ഒഴിവാക്കാനും പ്രോപ്പർട്ടി പരസ്യങ്ങളിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രവാസികളെ സംബന്ധിച്ച് വിദേശത്ത് തങ്ങളുടെ കുടുംബത്തെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്നത് സാമ്പത്തികമായി വലിയൊരു വെല്ലുവിളിയായിരുന്നു. പ്രത്യേകിച്ചും നഗരമധ്യത്തിൽ ഒരു ഫ്ളാറ്റ് മുഴുവനായി വാടകയ്ക്കെടുത്ത് താമസിക്കുക എന്നത് സാധാരണക്കാരായ ഡ്രൈവർമാർക്കോ സെയിൽസ്മാൻമാർക്കോ ചെറുകിട ജീവനക്കാർക്കോ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നും കുടുംബത്തെ എടുത്തുചാടി കൊണ്ടുവരാൻ സാധിക്കാതെ ഒട്ടനവധി പ്രവാസികൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിർബന്ധിതരായി. പുതിയ ഷെയർഡ് ഹൗസിംഗ് നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിൽ കുറഞ്ഞ തുകയ്ക്ക് ഒരു റൂം മാത്രം വാടകയ്ക്കെടുത്ത് അടുക്കളയും ലിവിംഗ് റൂമും പങ്കിട്ട് സുരക്ഷിതമായി കുടുംബത്തോടൊപ്പം ജീവിക്കാൻ വഴി തുറക്കുകയാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങൾക്കും ബാച്ചിലർമാർക്കും ഒരേ കെട്ടിട സമുച്ചയത്തിൽ നിയമപരമായ പരിരക്ഷയോടെ കഴിയാൻ പുതിയ ചട്ടങ്ങൾ സഹായകമാകും. ഫ്ളാറ്റ് ഉടമകൾക്കും നിക്ഷേപകർക്കും തങ്ങളുടെ വസ്തുവകകളിൽ നിന്ന് അനാവശ്യ സബ്ലെറ്റിംഗ് ഒഴിവാക്കി സുരക്ഷിതമായ വരുമാനം ഉറപ്പാക്കാനും ദുബായ് നഗരത്തെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും ക്രമബദ്ധവുമായ പാർപ്പിട കേന്ദ്രമാക്കി മാറ്റാനും ഈ പുതിയ പരിഷ്കാരത്തിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന മലയാളി സ്ത്രീകൾക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണവും വ്യക്തിഹത്യയും നടക്കുന്നതായി വെളിപ്പെടുത്തൽ. ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രതികരിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യം വെച്ച് പണം കൊടുത്ത് അശ്ലീല ട്രോളുകൾ നിർമ്മിക്കുന്ന സംഘങ്ങൾ സജീവമാണെന്ന് ചൂണ്ടിക്കാട്ടി ഖത്തറിലെ ഒരു പ്രവാസി യുവതി രംഗത്തെത്തി. തനിക്ക് നേരിട്ട ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം സൈബർ ക്രിമിനലുകൾക്കെതിരെ യുവതി തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. തനിക്കെതിരെ മോശം പരാമർശം നടത്തിയ 2 പേർക്കെതിരെ പ്രതികരിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് യുവതിക്ക് വിനയായത്. ഇതിൽ പ്രകോപിതരായ ഇവർ വ്യാജ അക്കൗണ്ടുകൾ വഴിയും മറ്റ് ടോൾ പേജുകൾ വഴിയും യുവതിക്കെതിരെ വ്യാപകമായ അധിക്ഷേപം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. അങ്ങേയറ്റം അശ്ലീലം നിറഞ്ഞ വാക്കുകളും ജാതീയമായ അധിക്ഷേപങ്ങളും ഉൾപ്പെടുത്തിയാണ് ഫോട്ടോകളും വീഡിയോകളും പ്രചരിക്കുന്നത്. ഇത്തരം വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ പ്ലാറ്റ്ഫോമിൽ റിപ്പോർട്ട് ചെയ്താലും നോ വയലേഷൻ എന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്ന് യുവതി പറയുന്നു. നാട്ടിലെ പോലീസിനെയും സൈബർ സെല്ലിനെയും സമീപിച്ചെങ്കിലും VPN ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഇത്തരം അക്കൗണ്ടുകൾക്ക് പിന്നിലുള്ളവരെ പെട്ടെന്ന് കണ്ടെത്തുക പ്രായോഗികമായി ബുദ്ധിമുട്ടാണെന്ന മറുപടിയാണ് ലഭിച്ചത്. പിടിക്കപ്പെടില്ലെന്ന ബോധ്യമാണ് കുറ്റവാളികൾക്ക് കൂടുതൽ ധൈര്യം നൽകുന്നതെന്നാണ് യുവതി പറയുന്നത്. താൻ നേരിട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും GCC രാജ്യങ്ങളിലുള്ള നിരവധി പെൺകുട്ടികൾ സമാനമായ രീതിയിൽ സൈബർ ബ്ലാക്ക് മെയിലിംഗിന് ഇരയാകുന്നുണ്ടെന്നും യുവതി വ്യക്തമാക്കുന്നു. വ്യാജ ഐഡികളിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചും ഫോട്ടോകൾ മോശമായി പ്രചരിപ്പിച്ചും ഭീഷണിപ്പെടുത്തുന്നതിലൂടെ പല സ്ത്രീകളും കടുത്ത മാനസിക സംഘർഷത്തിലാണ്. ഭയം കാരണം പലരും ഇത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല. മാനസികമായി കരുത്തില്ലാത്ത പലരും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കുടുംബം പോറ്റാനും സമാധാനത്തോടെ ജീവിക്കാനുമാണ് എല്ലാവരും പ്രവാസ ലോകത്തേക്ക് വരുന്നത്. വ്യക്തി വൈരാഗ്യങ്ങളുടെ പേരിൽ പണം കൊടുത്ത് ടോൾ പേജുകളെ കൊണ്ട് സ്ത്രീകളെ അപമാനിക്കുന്നത് ക്രൂരതയാണ്, യുവതി തുറന്നു പറയുന്നു. ഈ വിഷയത്തിൽ സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്നും ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നവർക്ക് നിയമത്തിന്റെ പിടിയിലാകുമെന്ന ഭയം ഉണ്ടാകണമെന്നുമാണ് യുവതിയുടെ പ്രധാന ആവശ്യം. എനിക്ക് വേണ്ടി മാത്രമല്ല, വേറെ കുറച്ചധികം പെൺകുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ GCCയിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം സമാധാനത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കാതെ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ഇട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും ചില ഫേക്ക് ഐഡികൾ വന്നിട്ട് നമ്മളെ ഫോളോ ചെയ്യുകയും നമ്മളുടെ വീഡിയോ നമ്മളുടെ ഫോട്ടോസ് എടുത്തു കൊണ്ടുപോയി അവരുടെ അക്കൗണ്ടിലിട്ടിട്ട് തെറിവാക്കുകളും പിന്നെ അശ്ലീല ചൊവ്വയുള്ള സൗണ്ടൊക്കെ ഇട്ട് പോസ്റ്റും. ഇത് കാണുമ്പോൾ ഇപ്പം നമ്മളെ അങ്ങനെ എഴുതി വയ്ക്കുമ്പം ഇത് കാണുമ്പോൾ എത്രയാണെങ്കിലും നമ്മുടെ മനസ്സിനൊരു വിഷമം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാനത് കണ്ടപ്പോൾ തളർന്നില്ല. പക്ഷേ മിക്കവരും ഈ മനസ്സിന് കട്ടിയില്ലാത്ത ആൾക്കാരായിരിക്കും. ചില പെൺകുട്ടികൾ ഒരു ആത്മഹത്യ വരെ ചെയ്താൽ എന്താണെന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷൻസ് വരെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ. കാരണം ഈ വീഡിയോസ് ഇങ്ങനെ കിടന്ന് കറങ്ങി നടക്കുമ്പോൾ അത് അവരുടെയൊക്കെ വീടുകളിലെത്തുകയും അതിനെ സംബന്ധിച്ച് വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാർ വരെയുണ്ട്. ദയവ് ചെയ്ത് ഈ ഫേക്ക് ID ഉണ്ടാക്കിയിരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരാൾക്കാരെ നോക്കിയിട്ട് ഈ പെണ്ണുങ്ങളെ നോക്കിയിട്ട് കിട്ടാതെ വരുമ്പോൾ അവരെ ഇങ്ങനെ ഫേക്ക് ID വെച്ച് ടോർച്ചർ ചെയ്യുക, അതല്ലേ ഏതെങ്കിലും ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ട്രോൾ വീഡിയോസ് ഇറക്കുന്ന ആൾക്കാരും ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. അവിടെ ഇരുന്ന് അവരൊരു ജോലി ചെയ്യുന്ന പോലെ ഈ പണിയെടുക്കുകയാണ്.
പക്ഷേ മറുഭാഗത്ത് നമ്മളുടെ ഫോട്ടോസ്, നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ഈ അശ്ലീലം എഴുതി കറങ്ങി നടക്കുന്നത് വല്ല യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ വന്ന് നാട്ടിലൊക്കെ എത്തുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഇവരാരും ചിന്തിക്കുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്ത് അവരുടെ മക്കൾ, കുടുംബം, ഇല്ലെങ്കിൽ നാട്ടുകാർ ഒക്കെ കാണുകയല്ലേ. അതൊരു ട്രോളാണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരുണ്ടായിരിക്കാം, അതല്ലാത്തവരും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് ഇപ്പോൾ ഈ ട്രോൾ വീഡിയോ ഇറക്കുന്ന ആൾക്കാർ നന്നാവണമെന്നില്ല, അവർ ഇത് നിർത്തണമെന്നുമില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, എല്ലാവർക്കും കുടുംബമുണ്ട്, എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടുന്നത്? ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഈ പെൺകുട്ടികളെ ഇങ്ങനെ അശ്ലീലം പറയാതിരിക്കുക. തെറ്റ് കണ്ടാൽ നിങ്ങൾ പ്രതികരിച്ചോളൂ, അതെന്താണെങ്കിലും. പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെയൊന്നും ടോർച്ചർ ചെയ്യാതിരിക്കുക. ഇവർക്കൊരു വിചാരം ഇവരെ പിടിക്കപ്പെടില്ല എന്നുള്ളതാണ്. ഇത് നമുക്കിപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ ജനങ്ങളെ അറിയിക്കുക, ആരാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇത് സജീവമായി ഉപയോഗിക്കുന്നുണ്ട്. വിനോദത്തിനപ്പുറം പലരും വരുമാന മാർഗമായും ഇത്തരം പ്ലാറ്റ്ഫോമുകളെ കാണുന്നുണ്ട്. എന്നാൽ പ്ലാറ്റ്ഫോമിലെ കണ്ടന്റ് മോഡറൈസേഷൻ അപാകതകൾ കാരണം വ്യാജ അക്കൗണ്ടുകൾ വഴിയുള്ള വ്യക്തിഹത്യകൾ വർദ്ധിച്ചു വരികയാണ്. VPN ഉപയോഗിച്ച് ലൊക്കേഷൻ മറച്ചുപിടിക്കുന്നത് ഇത്തരം സൈബർ കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ അന്വേഷണ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദുബായിലെ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷമീർ മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ്. സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പലരും വിനോദത്തിന് മാത്രമല്ല, അതിനപ്പുറം വരുമാന മാർഗമായും ഉപയോഗിക്കുന്നവരുണ്ട്. ടിക്ടോക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് നമുക്കറിയാം. പക്ഷേ GCC രാജ്യങ്ങളിലെ പല മലയാളികളും ഇത് സജീവമായി ഉപയോഗിക്കുന്നവരാണ്. വരുമാനത്തിനും വിനോദത്തിനും അങ്ങനെ പല കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ പലപ്പോഴും വ്യക്തിഹത്യക്കും അതുപോലെ അവരുടെ ഈ റെപ്യൂട്ടേഷനോ ഡിഗ്നിറ്റിയോ ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും പലരും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലരും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ വിളിക്കാറുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പലരും കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവാറില്ല. പലപ്പോഴും അവർ പറയുന്നത് VPN ഉപയോഗിച്ചാണ്, ആരാണ് അറിയില്ല എന്നാണ്. എന്നാൽ VPN ഒരിക്കലും ഒരു പ്രൊട്ടക്ഷൻ അല്ല. UAE അടക്കമുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നിയമം നിലവിലുണ്ട്. അതായത് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഉപയോഗപ്പെടുത്തുക, അതുപോലെ തന്നെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോയോ വീഡിയോയോ പ്രചരിപ്പിക്കുക, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് വീഡിയോസ് ദുരുപയോഗം ചെയ്യുക ഇതുപോലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വലിയ പണിഷ്മെൻറ്റ് UAE ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഏതാണ്ട് ഇന്ത്യൻ മണി 1.25 കോടി രൂപയോളം വരുന്ന ഫൈനും അതുപോലെ ജയിലും ഡീപ്പോർട്ടേഷനും വരെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് UAE ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VPN ഒരു സുരക്ഷാ കവചമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് IP അഡ്രസ്സ് വെച്ച് ഒരാളെ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത്തരം സൈബർ ആക്രമണങ്ങൾ പ്രവാസികളായ സ്ത്രീകളുടെയും നാട്ടിലുള്ള അവരുടെ കുടുംബാംഗങ്ങളുടെയും മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. വ്യക്തിഹത്യ ഭയന്ന് സ്ത്രീകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നതിനോ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങി ചൂഷണങ്ങൾക്ക് ഇരയാകുന്നതിനോ ഇത് കാരണമായേക്കാം. പരാതികൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഇന്റർപോൾ ഉൾപ്പെടെയുള്ള രാജ്യാന്തര ഏജൻസികളുടെ സഹായത്തോടെ സൈബർ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് യുവതിയുടെ ആവശ്യം. എതിരില്ലാത്ത തൊഴിലവസരങ്ങളും വേഗത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും തേടിയാണ് ദശലക്ഷക്കണക്കിന് മലയാളികൾ UAEയിലേക്ക് കുടിയേറുന്നത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഈ മരുഭൂമിയിലെ അത്ഭുത രാജ്യം ഭരണ നിർവഹണത്തിലും ദൈനംദിന ജീവിതത്തിലും പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറിയിട്ട് നാളുകളേറെയായി. ഓഫീസുകൾ കയറിയിറങ്ങി സമയം പാഴാക്കാതെ സ്വന്തം സ്മാർട്ട് ഫോണിലെ ഏതാനും ക്ലിക്കുകളിലൂടെ വലിയ സങ്കീർണതകൾ പരിഹരിക്കാൻ സാധിക്കുന്ന സ്മാർട്ട് ഗവേണൻസ് സംവിധാനമാണ് UAE വാഗ്ദാനം ചെയ്യുന്നത്. എന്നിരുന്നാലും കൃത്യമായ അറിവില്ലായ്മ മൂലം നിസ്സാരമായ ആവശ്യങ്ങൾക്കായി ജനസേവന കേന്ദ്രങ്ങളിലേക്ക് ഓടുകയും ഇടനിലക്കാരുടെ ചതിക്കുഴികളിൽ വീണ് പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം കുറവൊന്നുമല്ല. സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിൽ ലഭ്യമായിട്ടും അതെങ്ങനെയെല്ലാം ഉപയോഗിക്കണമെന്ന് അറിയാത്തതാണ് പലരെയും കുഴപ്പത്തിലാക്കുന്നത്. വിസ പുതുക്കൽ മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നത് വരെയും തൊഴിൽപരമായ പരാതികൾ നൽകുന്നത് വരെയും പ്രവാസ ജീവിതം സുഗമമാക്കാൻ സഹായിക്കുന്ന 6 സുപ്രധാന മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും അവയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും നമുക്ക് വിശദമായി ഒന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് UAE പാസ്. UAEയിലെ മുഴുവൻ ഡിജിറ്റൽ സർവീസുകൾക്കുമുള്ള പ്രധാന വാതിലാണ് UAE പാസ്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ നൂറുകണക്കിന് സേവനങ്ങൾക്കായി വ്യത്യസ്ത യൂസർ നെയിമുകളും പാസ്വേഡുകളും ഓർത്തുവെക്കുന്നതിൽ നിന്ന് മുക്തി നൽകുന്ന ഈ ആപ്പ് ഓരോ പൗരൻ്റെയും പ്രവാസിയുടെയും ഡിജിറ്റൽ ഐഡന്റിറ്റിയായി പ്രവർത്തിക്കുന്നു.
ഒരിക്കൽ അക്കൗണ്ട് തുറന്ന് എമിറേറ്റ്സ് ഐഡിയുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റ് ആപ്പുകളിലും വെബ്സൈറ്റുകളിലും യാതൊരു ലോഗിൻ സങ്കീർണതകളുമില്ലാതെ പ്രവേശിക്കാൻ സാധിക്കും. പേപ്പർ രഹിത ഇടപാടുകൾ സുഗമമാക്കുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ സൗകര്യവും ഇതിലുണ്ട്. അതായത് ഔദ്യോഗിക കരാറുകളിലോ പ്രമാണങ്ങളിലോ ഡിജിറ്റലായി ഒപ്പുവെക്കാൻ ഇത് പ്രവാസികളെ സഹായിക്കുന്നു. UAE-യിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും ഉപയോഗക്രമം പഠിച്ചിരിക്കേണ്ടതുമായ മാസ്റ്റർ കീയാണിത്. രണ്ടാമത്തത് ഇത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ ആപ്പ്. അതായത് ഇന്ത്യയിലെ സിവിൽ സ്കോറിന് സമാനമായി UAE-യിലെ സാമ്പത്തിക വിശുദ്ധിയും ഉത്തരവാദിത്തവും അളക്കുന്ന സംവിധാനമാണ് ഇത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ. UAE-യിൽ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ, വാഹന ലോണുകൾ, വ്യക്തിഗത വായ്പകൾ എന്നിവ ലഭിക്കണമെങ്കിൽ മികച്ച AECB സ്കോർ അത്യന്താപേക്ഷിതമാണ്. ഇത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോയുടെ ഔദ്യോഗിക ആപ്പ് വഴി ഏതൊരാൾക്കും തങ്ങളുടെ സാമ്പത്തിക റെക്കോർഡുകൾ നിരീക്ഷിക്കാൻ സാധിക്കും. ചെറിയൊരു ഫീസ് നൽകി സ്വന്തം ക്രെഡിറ്റ് സ്കോർ കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. ഇതിനു പുറമെ സ്വന്തം പേരിൽ എന്തെങ്കിലും സാമ്പത്തിക നിയമ നടപടികളോ ചെക്ക് ബൗൺസ് ഉൾപ്പെടെയുള്ള ക്രെഡിറ്റ് തടസ്സങ്ങളോ നിലവിലുണ്ടോ എന്ന് മനസ്സിലാക്കാനും ഈ ആപ്പിലെ വിശദമായ ക്രെഡിറ്റ് റിപ്പോർട്ട് സഹായിക്കുന്നു. വായ്പാ തിരിച്ചടവുകളിലും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളിലും വീഴ്ച വരുത്താതെ നോക്കാൻ ഈ വിവരങ്ങൾ പ്രവാസികളെ സഹായിക്കും. അടുത്തത് TDRA ആപ്പ്. ടെലികോം ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഔദ്യോഗിക ആപ്പാണ് TDRA. നമ്മുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് ആകെ എത്ര മൊബൈൽ സിം കാർഡുകൾ എടുത്തിട്ടുണ്ട് എന്നറിയാൻ ഈ ആപ്പിലെ ഹെസാബി സേവനം വഴി സാധിക്കും. നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ആരെങ്കിലും പേരിൽ സിമ്മുകൾ എടുത്ത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ പ്രധാന ടെലികോം സേവന ദാതാക്കളായ ഡു, എത്തിസലാത്ത് എന്നിവയിൽ നിന്നുള്ള സേവനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ പരാതി സമർപ്പിക്കാനും തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാനും ഇതിൽ സൗകര്യമുണ്ട്. അടുത്തത് MOI ആപ്പ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സേവനങ്ങൾ ഏകീകരിക്കുന്ന പ്രധാന ആപ്പാണ് MOI. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ, വാഹന രജിസ്ട്രേഷൻ വിവരങ്ങൾ പുതുക്കൽ തുടങ്ങിയ മോട്ടോർ വാഹന ആവശ്യങ്ങൾക്കാണ് ഈ ആപ്പ് ഉപയോഗിക്കാവുന്നത്. വിദേശത്തോ നാട്ടിലോ പുതിയ ജോലികൾക്ക് ശ്രമിക്കുമ്പോഴും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും അത്യന്താപേക്ഷിതമായ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തികച്ചും ലളിതമായി ഈ ആപ്പിലൂടെ അപേക്ഷിച്ച് നേടാം. സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവയ്ക്കെതിരെ എളുപ്പത്തിൽ ക്രൈം പരാതികൾ രജിസ്റ്റർ ചെയ്യാനും ഇത് സഹായിക്കുന്നു. അടുത്തത് മോഹറെ ആപ്പ്. UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ ആപ്പാണ് തൊഴിൽ മേഖലയിൽ പ്രവാസികളുടെ ഏറ്റവും വലിയ സംരക്ഷകൻ. ഒരു തൊഴിലാളി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ കമ്പനിയുമായി ഒപ്പുവെക്കുന്ന ലേബർ കോൺട്രാക്റ്റ്, ലേബർ കാർഡ് എന്നിവയുടെ ഡിജിറ്റൽ പകർപ്പുകൾ ഈ ആപ്പിൽ ലഭ്യമാണ്. ശമ്പള കുടിശ്ശിക, ഗ്രാറ്റുവിറ്റി, അനാവശ്യമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തൊഴിലുടമയ്ക്കെതിരെ ഔദ്യോഗികമായി പരാതി നൽകാൻ ഇതിലൂടെ സാധിക്കും. ഇതോടൊപ്പം തൊഴിലാളിയുടെ പേരിൽ ഒളിച്ചോടി എന്ന രീതിയിലുള്ള അബ്സ്കോണ്ടിംഗ് കേസ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും മോഹറെ ആപ്പ് പ്രവാസികളെ സഹായിക്കുന്നു. അടുത്തത് ICP ആപ്പ്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ ആപ്പാണ് UAE പ്രവാസികളുടെ വിസ സംബന്ധമായ വിവരങ്ങളുടെ പ്രധാന കേന്ദ്രം. ഫിസിക്കൽ പാസ്പോർട്ടോ ഒറിജിനൽ എമിറേറ്റ്സ് ഐഡിയോ കൈവശമില്ലാത്ത അടിയന്തര സാഹചര്യങ്ങളിൽ എമിറേറ്റ്സ് ഐഡിയുടെയും റെസിഡൻസ് വിസയുടെയും ഒഫീഷ്യൽ ഡിജിറ്റൽ കോപ്പികൾ ഈ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പ്രവേശന വിസകളുടെ അവസ്ഥ അറിയാനും വിസ പുതുക്കലുകൾ നിരീക്ഷിക്കാനും ഈ ആപ്പ് അത്യന്താപേക്ഷിതമാണ്. സ്മാർട്ടാകാം, പ്രവാസം സുരക്ഷിതമാക്കാം. സാങ്കേതികവിദ്യ അതിവേഗം വികസിക്കുന്ന പുതിയ കാലത്ത് കൃത്യമായ അറിവാണ് പ്രവാസികളുടെ ഏറ്റവും വലിയ സംരക്ഷണം. നിയമപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനും സമയവും പണവും ലാഭിക്കാനും ഈ പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഓരോ പ്രവാസിയുടെയും ഫോണിൽ ഉണ്ടാകേണ്ടതുണ്ട്. സർക്കാർ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഈ യുഗത്തിൽ ഡിജിറ്റൽ സാക്ഷരത നേടുന്നത് പ്രവാസ ജീവിതത്തിലെ അനാവശ്യ ആശങ്കകളും അടിയന്തര ഘട്ടങ്ങളിലെ കഷ്ടപ്പാടുകളും പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കും. ഇനി നോക്കാം മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. അപേക്ഷിക്കാത്ത ജോലി ലഭിച്ചെന്ന വ്യാജ സന്ദേശങ്ങളോടും ആകർഷകമായ തൊഴിൽ വാഗ്ദാനങ്ങളോടും തൊഴിലന്വേഷകർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മുൻപ് അപേക്ഷ നൽകിയിട്ടില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്ന ശമ്പളവും ഉടനടിയുള്ള നിയമനവും വാഗ്ദാനം ചെയ്ത് വാട്സാപ്പ്, SMS, ഇമെയിൽ എന്നിവ വഴിയെത്തുന്ന സന്ദേശങ്ങൾ വലിയ തട്ടിപ്പിന്റെ ഭാഗമാകാമെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. നിയമന നടപടികൾക്കോ വിസ പ്രോസസ്സിംഗിനോ ആയി പണം ആവശ്യപ്പെടുകയോ വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ പങ്കുവെക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്യുന്നവരിൽ നിന്ന് വിട്ടുനിൽക്കണം. UAE നിയമപ്രകാരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ഫീസോ മറ്റ് ചെലവുകളോ ഈടാക്കുന്നത് കുറ്റകരമാണ്. ഔദ്യോഗിക ഓഫർ ലെറ്ററുകൾ മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴി പരിശോധിച്ചുറപ്പിക്കാമെന്നും സംശയാസ്പദമായ ജോലി ഓഫറുകൾ ലഭിച്ചാൽ 600590000 എന്ന നമ്പറിലോ മന്ത്രാലയത്തിന്റെ സ്മാർട്ട് ആപ്പ് വഴിയോ ഉടൻ പരാതിപ്പെടണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.
തൊഴിൽ നിയമലംഘനങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കി ഒമാൻ. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ, അതായത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള സമയത്ത് നടത്തിയ വ്യാപക പരിശോധനകളിൽ 11,000-ലധികം പ്രവാസി തൊഴിലാളികൾക്കെതിരെയാണ് തൊഴിൽ മന്ത്രാലയം നടപടി സ്വീകരിച്ചത്. ഇതിൽ ഗുരുതര നിയമലംഘനം നടത്തിയ 2,944 പേരെ രാജ്യത്ത് നിന്ന് നാടുകടത്തി. അനുമതിയില്ലാതെ ജോലി ചെയ്യുക, വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടരുക, റെസിഡൻസി കാർഡിലെ തൊഴിൽ നിബന്ധനകൾ ലംഘിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് പ്രധാനമായും നടപടി. 6 മാസത്തിനിടെ 5,000-ലധികം മിന്നൽ പരിശോധനകളാണ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഇതിൽ 4,680 കേസുകൾ തുടർ നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. തൊഴിൽ വിപണിയിലെ അനധികൃത പ്രവണതകൾ തടയാനും ഒമാനി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്ന ഒമാനൈസേഷൻ നയം കാര്യക്ഷമമായി നടപ്പിലാക്കാനുമാണ് ഈ കർശന നീക്കം. തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഉച്ചവിശ്രമ നിയമം ഉൾപ്പെടെയുള്ള ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെ സ്ഥാപനങ്ങളിൽ വെച്ചു പൊറുപ്പിക്കരുതെന്നും തൊഴിലുടമകൾക്ക് മന്ത്രാലയം കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.